അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പരിശുദ്ധ ശവ്വാൽ മാസത്തിലെ 16-ാമത്തെ ദിവസത്തിലേക്ക് പരിശുദ്ധ വ്യാഴാഴ്ച ദിവസം കൂടിയാണ്. വളരെ മഹത്വമേറിയ ദിവസങ്ങളിൽ ഇന്ന് ചെല്ലുന്ന വളരെ മഹത്വമേറിയ ദിക്റുകളാണ്. എല്ലാവരും ചൊല്ലണം. ഇത് പതിവായി ചൊല്ലേണ്ട ദിക്റാണ്. ഇത് ഹബീബായ പൊന്നു മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ദിക്റാണ്. ഇതിന് മഹത്തുക്കൾ ഒരുപാട് നേട്ടങ്ങൾ എണ്ണി പറയുന്നത് കാണാം. ജീവിതത്തിൽ വലിയ ഐശ്വര്യത്തിൻ്റെ കവാടങ്ങൾ തുറന്നു കിട്ടാൻ, സാമ്പത്തികമായ ഞരക്കം വരാതിരിക്കാൻ, കടം കൊണ്ട് പ്രയാസം വരാതിരിക്കാൻ, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾക്ക് പരിഹാരമായി പഠിപ്പിച്ച ദിക്റാണ്. മാരക രോഗങ്ങൾക്ക് ശമനമായി പഠിപ്പിച്ച ദിക്ർ. ഇങ്ങനെ ദുനിയവിയായ എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതൊക്കെ മനസ്സിൽ കരുതി അതോടൊപ്പം അള്ളാഹുവിൻ്റെ പ്രതിഫലം ആഗ്രഹിച്ച് ചൊല്ലണം. എല്ലാവരും കൂടെ ചൊല്ലിക്കോ. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. 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 ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം.
ഈ ദിക്റ് ചൊല്ലിക്കൊല്ലാത്ത മഹത്വമാണ്. നമ്മൾ ദുന്യവിയായ കാര്യങ്ങൾ നേടുന്നതോടുകൂടെ ഖബറിൽ കിടക്കുമ്പോൾ ഖബറിൻ്റെ അദാബിൽ നിന്ന്, ഖബറിൻ്റെ ഗാംധയിൽ നിന്ന് വലിയ കാവലാണെന്ന് പഠിപ്പിച്ച ദിക്റാണ്. ചൊല്ലിക്കോ ലാ ഇലാഹ ഇല്ലല്ലാഹു അൽ മലിക്കുൽ ഹഖുൽ മുബീൻ. ലാ ഇലാഹ ഇല്ലല്ലാഹു അൽ മലിക്കുൽ ഹഖുൽ മുബീൻ. لا إله إلا الله الملك الحق المبين. 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 لا إله إلا الله
الملك الحق المبين لا إله إلا الله الملك الحق المبين لا إله إلا الله الملك الحق المبين لا إله إلا الله الملك الحق المبين لا إله إلا الله الملك الحق المبين لا إله إلا الله الملك الحق المبين لا إله إلا الله الملك الحق المبين لا إله إلا الله الملك الحق المبين لا إله إلا الله الملك الحق المبين لا إله إلا الله الملك الحق المبين أستغفر الله العظيم 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 لا إله إلا الله 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 لا إله إلا الله
لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله يا فتاح يا 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 الله ഇനി നമുക്ക് സയ്യിദുൽ ഇസ്തിഗ്ഫാർ 3 വട്ടം ചെല്ലാം. എന്തൊരു നേട്ടമാണെന്നറിയോ? ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ഈ ഇസ്തിഗ്ഫാർ ഒരാൾ പ്രഭാതത്തിൽ നല്ല വിശ്വാസത്തോടെ ചൊല്ലി വൈകുന്നേരത്തിന് മുമ്പായി മരിച്ചാൽ, അല്ല വൈകുന്നേരം ചൊല്ലി പ്രഭാതത്തിന് മുമ്പായി മരിച്ചാൽ അദ്ദേഹം സ്വർഗത്തിലാണെന്നാണ്. ഇത് മുത്തുനബി തങ്ങൾ പഠിപ്പിച്ചതാണ്. ഒരിക്കലും വെറുതെയാകില്ല. ഒരു 3 വട്ടം നമുക്ക് ദിവസം ഇത് ചൊല്ലണം. നമുക്ക് സ്വർഗം എപ്പോഴാണ് നമ്മളുടെ മരണമെന്ന് നമുക്കറിയില്ല.
ഇപ്പോൾ തന്നെ നമ്മൾ ഏത് സമയത്തും നമ്മൾ മരിച്ചേക്കാം, നമുക്കൊന്നും ഉറപ്പില്ലല്ലോ. അപ്പോൾ നമ്മൾ ഈ ഒരു ദിക്റ് ചൊല്ലിയിട്ടാണ് ഈ ദിവസം തുടങ്ങുന്നത്, അസ്തമിക്കുന്നത് എങ്കിൽ നമുക്ക് വലിയ രക്ഷയാണ്. നാളെ അല്ലാഹുവിൻ്റെ കോടതിയിൽ ചെല്ലുമ്പോൾ പറയാമല്ലോ, മുത്തുനബി തങ്ങൾ പഠിപ്പിച്ച ദിക്റ് ആ ദിവസം ചൊല്ലി അന്നാണ് ഞാൻ മരിച്ചത്, എന്നെ സ്വർഗത്തിലേക്ക് കടത്തണേ എന്ന് പറയാം. നല്ല മനസ്സോട് വിശ്വാസത്തോടെ ചെല്ലുക. ഇത് സ്വർഗം മാത്രമല്ല, അതിൻ്റെ പവറാണ് അറിയിക്കുന്നത്. നമ്മുടെ ഏത് കാര്യം നേടിയെടുക്കാൻ പറ്റിയൊരു ഇസ്തിഗ്ഫാറാണ്. اللهم أنت ربي لا إله إلا أنت خلقتني وأنا عبدك وأنا على عهدك ووعدك ما استطعت أعوذ بك من شر ما صنعت أبوء لك بنعمتك علي وأبوء بذنبي فاغفر لي فإنه لا يغفر الذنوب إلا أنت اللهم أنت ربي لا إله إلا أنت خلقتني وأنا عبدك وأنا على عهدك ووعدك ما استطعت أعوذ بك من شر ما صنعت أبوء لك بنعمتك علي وأبوء بذنبي فاغفر لي فإنه لا يغفر الذنوب إلا أنت اللهم أنت ربي لا إله إلا أنت خلقتني وأنا عبدك وأنا على عهدك ووعدك ما استطعت أعوذ بك من شر ما صنعت أبوء لك بنعمتك علي وأبوء بذنبي فاغفر لي فإنه لا يغفر الذنوب إلا أنت. ഇനി നമുക്ക് സ്വലാത്തുൽ ഫാത്തിഹ ചൊല്ലി ദുആ ചെയ്യാം. നല്ല മനസ്സോട് ചൊല്ലിക്കോ, മനസ്സിലാഗ്രഹങ്ങൾ കരുതിക്കോ, വിഷമങ്ങൾ കരുതിക്കോ. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله وصحبه حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله وصحبه حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله وصحبه حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله وصحبه حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله وصحبه حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله وصحبه حق قدره ومقداره العظيم. അല്ലാഹു പരിശുദ്ധമായ ഈ മാസത്തിൻ്റെയും ഈ ദിവസത്തിൻ്റെയും ഈ മജ്ലിസിൻ്റെ ബർക്കത്ത് കൊണ്ട് നമ്മൾ ചൊല്ലിയ ദിക്റുകളും സ്വലാത്തുകളും ഹബീബായ പൊന്നു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദറത്തിലേക്ക് എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. ബദരീങ്ങൾ, ശുഹദാക്കൾ, സ്വാലിഹീങ്ങളുടെ ഹദറത്തിലേക്ക് എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. പ്രത്യേകിച്ച് ഞങ്ങളിന്ന് മരിച്ചുപോയ മാതാപിതാക്കൾ, ഉസ്താദുമാർ, നാമുമായി ബന്ധപ്പെട്ട ആരൊക്കെയുണ്ട് മുഅ്മിൻ മുഅ്മിനാത്തുകളുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്.
ഈ ഈ മജ്ലിസിൻ്റെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കി തരണേ അല്ലാഹ്. ഒരുപാട് ആഗ്രഹങ്ങൾ അറിയിച്ചവരുണ്ട്, പ്രത്യേകമായി ദുആ വസീത് ചെയ്തവരുണ്ട് അല്ലാഹ്. ഒരുപാട് വിഷമങ്ങളുള്ളവരുണ്ട് അല്ലാഹ്. എല്ലാ വിഷമങ്ങളും നീക്കി കൊടുക്കണേ അല്ലാഹ്. അല്ലാഹ്, ഒരു സഹോദരി കടങ്ങൾ കൊണ്ട് പ്രയാസത്തിലാണ്, 2 പെൺകുട്ടികൾ വിവാഹം കഴിക്കാനുണ്ട് എന്ന് വിഷമം അറിയിച്ച് ദുആ വസീത് ചെയ്തവരുണ്ട്. ഇങ്ങനെ പല വിഷയത്തിൽ മക്കളില്ലാതെ വിഷമിക്കുന്നവർ, കടം കൊണ്ട് പ്രയാസപ്പെടുന്നവർ, ഇങ്ങനെ ജോലിയില്ലാതെ വിഷമിക്കുന്നവർ, മറ്റൊരു ജോലിയിലേക്ക് പോകാൻ കഴിയാതെ ഉള്ള ജോലിയിൽ തന്നെ ലാഭമില്ലാതെ വിഷമിക്കുന്ന, ഇങ്ങനെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളും സങ്കീർണതകളും കൊണ്ട് ജീവിതത്തിൽ ഒരുപാട് വിഷമങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ ദുആ വസീത് ചെയ്തവരുണ്ട് അല്ലാഹ്. ഈ മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹ് എന്ത് ഉദ്ദേശമാണുള്ളത് എല്ലാം നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാഹ്. എത്ര വലിയ വിഷമമാണെങ്കിലും പ്രയാസമാണെങ്കിലും ബുദ്ധിമുട്ടാണെങ്കിലും നീ പരിഹാരം നൽകണേ അല്ലാഹ്. കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരെ കടം വീട്ടി കൊടുക്കണേ അല്ലാഹ്. അതിനുള്ള വഴികൾ തുറന്നു കൊടുക്കണേ അല്ലാഹ്. മക്കളില്ലാതെ വിഷമിക്കുന്നവർക്ക് സ്വാലിഹായ മക്കളെ കൊടുക്കണേ അല്ലാഹ്. ഉള്ള മക്കളെ സ്വാലിഹീങ്ങൾ പെടുത്തണേ അല്ലാഹ്. മാരകമായ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് നീ ആജിലായ ശിഫ നൽകണേ അല്ലാഹ്. നീ ആഫിയത്തും ആരോഗ്യം ഇസ്സത്തും ഹിമ്മത്തും ഖുവത്തും ഈമാനും തഖ്വയും നൽകണേ അല്ലാഹ്. അവസാനം മരിക്കുമ്പോൾ ഈമാനോട് കൂടെ സ്വർഗ്ഗത്തിലെ ഫോട്ടോ കണ്ട് പുഞ്ചിരിച്ച് ഈ ലോകത്തിൽ നിന്ന് വിട പറയുന്ന സ്വാലിഹീങ്ങൾ പെടുത്തണേ അല്ലാഹ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മുഹബ്ബത്ത് ഏറ്റിത്തരണേ അല്ലാഹ്. ആ പരിശുദ്ധ പൂമുഖം സ്വപ്നത്തിൽ കാണാനുള്ള ഭാഗ്യം നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളെ ദാരിദ്ര്യം കൊണ്ട് പരീക്ഷിക്കല്ലേ അല്ലാഹ്. പെട്ടെന്നുള്ള അപകടങ്ങൾ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. പെട്ടെന്നുള്ള പരീക്ഷണം തൊട്ട് ഞങ്ങളെ കാക്കണേ അല്ലാഹ്. പെട്ടെന്നുള്ള പ്രയാസങ്ങൾ തൊട്ടുള്ള കാക്കണേ അല്ലാഹ്. പെട്ടെന്നുള്ള മരണങ്ങൾ തൊട്ട് ഞങ്ങളെ കാക്കണേ അല്ലാഹ്. പെട്ടെന്നുള്ള മുസീബത്ത് തൊട്ട് കാക്കണേ അല്ലാഹ്. പെട്ടെന്നുള്ള രോഗങ്ങൾ തൊട്ട് ഞങ്ങളെ കാക്കണേ അല്ലാഹ്. അങ്ങനെയുള്ള രോഗങ്ങൾ തന്നെ ഞങ്ങൾ പരീക്ഷിക്കല്ലേ അല്ലാഹ്. അല്ലാഹ്, ഞങ്ങളെ സലാമത്താക്കണേ അല്ലാഹ്. ഞങ്ങൾക്ക് പ്രത്യേകമായിട്ടുള്ള കാവലും പൊരുത്തവും നൽകണേ അല്ലാഹ്. എന്നെ പേടിച്ച് ജീവിക്കുന്ന സ്വാലിഹീങ്ങൾ പെടുത്തണേ അല്ലാഹ്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.